വാങ്ങി അത് എത്ര നാൾ ഇന്ത്യൻ ആർമിയിൽ റിലയബിൾ ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന പേസ് മേക്കർ, ആർട്ടിഫിഷ്യൽ ഹാർട്ട് എല്ലാം എത്ര നാള് നമ്മുടെ ശരീരത്തിന് ആശ്രയിക്കാൻ പറ്റും. പേസ് മേക്കർ അവർ വാറന്റി വരെ പറയാറുണ്ട് എത്ര നാളത്തെ യൂസ് ചെയ്യുക. അതെ, അതൊക്കെ ആധികാരികമായിട്ട് ഇത്ര നാൾ ഇത് നിങ്ങളുടെ ശരീരം ആശ്രയിക്കും, നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണെന്ന് പറയേണ്ട ശാസ്ത്രശാഖയാണ്. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമന്റ് സ്ട്രക്ചർ, ഒരു ബിൽഡിംഗ്, ഇതൊക്കെ എത്ര നാൾ നിൽക്കും എന്ന് ആധികാരികമായി പറയുന്ന ശാസ്ത്രശാഖയാണ് റിലയബിലിറ്റി സയൻസ്. അതിന്റെ സയന്റിസ്റ്റുകളെ പറയുന്നതാണ് റിലയബിലിറ്റി സയന്റിസ്റ്റ്. അപ്പൊ അവര് വന്നുകൊണ്ട് പറയണം സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അപേക്ഷ റിലയബിലിറ്റി സയന്റിസ്റ്റുകളെ വിളിച്ചു വരുത്തി മുല്ലപ്പെരിയാർ ഡാം പരിശോധിപ്പിക്കണം. അതിന് ഞാൻ അമേരിക്കയിലെ 1 കാനഡയിലെ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്രസ് സുപ്രീം കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ കേരളം ചെയ്യേണ്ടത് എന്താണ്? അതാണ് ഇതിന്റെ സൊല്യൂഷൻ. കേരളം, എന്റെ കേസ് WBC 771/2021 എന്ന കേസിൽ സുപ്രീം കോടതിയിൽ 2 സെന്റൻസ് എഴുതി അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ പ്രശ്നം തീരും. ഇത്രയേ ഉള്ളൂ. റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ കേരള സർക്കാരിന് വിരോധമില്ല. അതിന്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചുകൊള്ളാം. 2 സെന്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ അഫിഡവിറ്റ് ഇട്ടാൽ ഇന്ന് കേട്ടാൽ നാളെ വിധി പറഞ്ഞ് സുപ്രീം കോടതി ആ പ്രശ്നം അവസാനിപ്പിക്കുന്ന സംഭവമാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പൊ കേരള സർക്കാർ വേണ്ട, 20 MP ഇവിടെ ഉണ്ടല്ലോ. കേന്ദ്ര സർക്കാർ വന്നിട്ട് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വിരോധമില്ല. അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള വഹിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് 2 സെന്റൻസ് പറഞ്ഞ ഒരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ കേസ് 2 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും. അതിന് നിങ്ങളുടെ ജനപ്രതിനിധികൾ തയ്യാറാണോ അല്ലയോ? ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി എ സിറ്റിസൺ ഈസ് സുപ്പീരിയർ ടു എനി എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. അപ്പൊ നിങ്ങൾ പരമാധികാരികളാണ്. നിങ്ങളുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് കേരളത്തിലെ ജനങ്ങൾ സൂരജ് പാലക്കാടൻ എല്ലാവർക്കും അറിയാലോ. പുള്ളിയുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ട് അഡ്വക്കേറ്റ് റസലുമായി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ കണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ അത് സംസാരിക്കണം തോന്നി. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പേടിയുണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമ്മൾ പറയും ആരും ഭയപ്പെടുത്തരുത്, പക്ഷേ നമ്മൾ കുറച്ച് ഭയം വേണം. കാരണം എന്നാലേ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. ഭയം എപ്പോഴും നല്ലതാണ്, കാരണം അതൊരു മുൻകരുതലാണ്. അപ്പോൾ ഭയമില്ലെങ്കിൽ ഏത് അപകടവും നമുക്ക് പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ എല്ലാവരും പറയും എന്തിനാ ഭയപ്പെടുത്തുന്നത്, പക്ഷേ ഈ കാര്യത്തിൽ ഭയം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെടാം, വലിയൊരു നാശം ഉണ്ടാവാം. അതുകൊണ്ടാണ്. ചെറിയൊരു നിസ്സാര കാര്യമാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇതൊരു വലിയൊരു കാര്യമാണ്. ഇത് ഒരുപാട് പറഞ്ഞല്ലോ, ഇതിൽ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് റസൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ടെസ്റ്റ് ചെയ്ത് പോയതാണ്. ഇതിന് അപകടമുണ്ട്, അല്ലെങ്കിൽ ഇതിന് വിള്ളലുണ്ട്, ഇത് ചെയ്യണം, മാറ്റണം എന്നുള്ള കാര്യമൊക്കെ സംസാരിച്ചാണ്. അപ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ഈ കാര്യത്തെക്കുറിച്ച്. ഈവൻ ഗവൺമെൻറ് പോലും സംസാരിച്ചു ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം. എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട ഇത് ഡികമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എല്ലാവരും. അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതിന് വേണ്ടി പ്രതികരിക്കണം. കാരണം പല ആൾക്കാരും നിസ്സാരമായിട്ട് കാണുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഒരിക്കലും ഇതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റിയൊരു വിഷയമല്ല മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. അതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുന്നില്ല 4-5 ജില്ല മാത്രമാണ് പോവുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു അപകടം ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റി കൂടുതലായിരിക്കും. അത് ബാധിക്കുന്നത് ഈ 5 ജില്ല ഒഴിച്ചിട്ടുള്ള ജില്ലക്കാരെയും ആരൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ചിലപ്പോൾ സംസ്ഥാനങ്ങളെ പോലും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ വിചാരിക്കും 5 ജില്ലയെ പോകത്തുള്ളൂ എന്ന്. പക്ഷേ ഈ 5 ജില്ല ചിലപ്പോൾ 5 ജില്ലയും കടന്ന് സംസ്ഥാനത്തേക്കും എത്താം, പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരു ഫോഴ്സ് ഉള്ള ഒരു സംഭവമാണിത് ഈ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എഫക്റ്റ് വരാൻ പോകുന്നത് അടുത്തുള്ള ഭാഗങ്ങളിലോട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന ഏരിയ തന്നെ അതങ്ങ് ഒതുങ്ങി കൂടുകയൊന്നുമില്ല. മറ്റുള്ള ജില്ലക്കാർ വിചാരിക്കും ഞങ്ങൾ സേഫാന്നുള്ള കാര്യം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇതിൻ്റെ എഫക്റ്റ് എല്ലാവരെയും ബാധിക്കും. ഓൾ കേരള പീപ്പിൾസിനെ ബാധിക്കാൻ പോകുന്ന സംഭവമാണ്.
അപ്പോൾ അതുകൊണ്ട് ആണ് ഇങ്ങനെ പറയാനുള്ള കാരണം. എല്ലാവരും ജാഗ്രത പുലർത്തണം. എല്ലാവർക്കും ഇതൊരു ഭയം ഉണ്ടാവണം. അതാണ് ഭയം ഉണ്ടാവുന്നത്. എപ്പോഴും ഏത് അപകടത്തെയും നമുക്ക് ചെറുക്കാനും അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം പല ആൾക്കാരും ഇത് പറയും ഇതൊന്നും പൊട്ടൂല, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ചുമ്മാ ആളെ പേടിപ്പിക്കാനുള്ള കാര്യം. അങ്ങനെയൊന്നുമില്ല. ഡാം പൊട്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഡാം പൊട്ടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഡാം പൊട്ടിയിട്ടുള്ള കഥകൾ ഒരുപാടുണ്ട്. ഇനി ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബ് നോക്കാം. ഇങ്ങനെ ഡാം പൊട്ടിയ കേസുകൾ എനിക്ക് തോന്നുന്നു 10-30 അധികം കേസുകളുണ്ടെന്ന് തോന്നുന്നു. ഡാം പൊട്ടിയത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത്രയും പഴക്കമുള്ള ഡാം, 150 വർഷം പഴക്കമുള്ള ഡാമിൻ്റെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല പൊട്ടുമോ എന്നുള്ള കാര്യം. അതിൻ്റെ ഒരു കാലാവധിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു. 50 വർഷം ഇങ്ങനെ ഗ്യാരണ്ടി പറഞ്ഞപ്പോൾ 50 വർഷം കഴിഞ്ഞു, 150 വർഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും അപകടം. ഇപ്പോൾ ഓൾറെഡി വയനാട് നടന്ന ദുരന്തത്തിൽ കുറച്ച് ഏരിയ മാത്രം, ഒരു ചെറിയ ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന ഏരിയ മാത്രമാണ് തുടച്ച് നീക്കിയത്. പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏരിയ അല്ല, അതിൻ്റെ എഫക്റ്റ് ഇതിൻ്റെ 100 ഇരട്ടിയാണ്. 100 ഇരട്ടി, ഇതിൻ്റെ 100 ഇരട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ എത്രത്തോളം ഉണ്ടാകും. 35 ലക്ഷം ആളുകൾ മരിക്കും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല അതിൽ തന്നെ നിൽക്കും എന്നുള്ളത്. അതിലേറെ കൂടാനുള്ള ചാൻസ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മൾ ഏതൊരു പ്രശ്നവും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാലാണ് അതിനൊരു സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇതിന് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മൾ തണുത്തത് ഈ മഴക്കാലം വരെ മാത്രം നമ്മൾ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുക ഒരിക്കലും ചെയ്യരുത്. നമ്മളെ മനസ്സിൽ ഇതുണ്ട്. ഇത് എല്ലാവരും ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന കേസായതുകൊണ്ടാണ്. ഒരു ഏരിയ അല്ലേ ഇത്, മൊത്തം ബാധിക്കുന്ന കേസായതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇതാണ്, ഈ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ ഈ മതക്കാരൻ, അതുകൊണ്ട് എനിക്കിതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ടീം ഇതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയരുത്. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ആ പുള്ളിയുടെ ഈ പറഞ്ഞ സുരേഷ് പാലക്കാരൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടു. ഇതിന് മുമ്പും ഇതുപോലെ തന്നെ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതെനിക്ക് പണ്ടേ ഞാൻ ചെയ്യണം വിചാരിച്ചൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ഡീകമ്മീഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ അഡ്വക്കേറ്റ് റസൽ കൊടുത്തിരിക്കുന്ന ഇത് സൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാൻ കാരണം ഇങ്ങനെ അപകടം കണ്ടതുകൊണ്ട് കുറേ ആൾക്കാരെ കണ്ണുനീര് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. ഈ വയനാട് നടന്ന ആ ഇതിൽ നമുക്ക് തന്നെ അത് ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കരുത്. ഇതിൻ്റെ 100 ഇരട്ടിയായിട്ടുള്ള എഫക്റ്റ് ഇനി ആവർത്തിക്കരുത്. അതുകൊണ്ടുള്ള ഒരു മുൻകരുത് എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ സംസാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ തണുത്ത് പോകരുത്. ഇതെല്ലാവരും അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് ആദ്യം ചിന്തിക്കുക. അത് എല്ലാവരും ബാധിക്കുന്ന കേസാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും കൂടി സംസാരിക്കാനില്ല. ഓക്കെ, ബൈ.